ഇന്നെന്തിനാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് വിഷുവാണ്. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് വിഷുവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ രീതിയിലൊന്ന് വിഷുക്കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 5 മണിക്ക് എണീറ്റായിരുന്നു. പൊന്നൂട്ടി കുറച്ചുകൂടെയൊക്കെ ലേറ്റായിട്ടാണ് എണീറ്റത്. പൊന്നൂട്ടി അടുത്ത് ഇന്നലെ പറഞ്ഞിട്ടാണ് കിടന്നത്, വിളിക്കുമ്പോൾ തന്നെ എഴുന്നേക്കണം. പക്ഷേ പൊന്നൂട്ടിക്ക് ഉറക്കം എണീക്കാൻ വലിയ മടിയാണ്. അതുകൊണ്ട് കുഴപ്പമില്ലാതെ എണീറ്റ്, എന്നാലും കരയാതെയൊക്കെ എണീറ്റ്. എന്ന് കരഞ്ഞുകൊണ്ടൊക്കെയാണ് എണീറ്റ് വരുന്നത്. ഇന്ന് കരയാതെയൊക്കെ എണീറ്റ് നമ്മൾ അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുവാണ്. ഇവിടെ അടുത്തൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്, അവിടെ പോകാമെന്ന് വെച്ച്, വിഷുവാണല്ലോ, അവിടെ പോകാമെന്ന് വെച്ച് പോയിട്ട് വന്നിട്ട് ഇനി സദ്യയൊക്കെ റെഡിയാക്കണം. അപ്പോഴത്തേന് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വരാം. അപ്പോൾ നമ്മുടെ കണിയൊക്കെ കണ്ടിട്ട് നിങ്ങളവിടെ വെയിറ്റ് ചെയ്തിരിക്കും. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ. അമ്പലത്തിൽ പോയിട്ട് അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം അവിടെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലും അകത്തും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന്. അപ്പം നമ്മളങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. പക്ഷേ അവിടെ വലിയ രീതിയിൽ വിഷുക്കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുന്നവരെ ഞാൻ കണ്ടു. പിന്നെ എനിക്കൊരു പേടി, അവരെങ്ങാനും എടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു നാണക്കേടാവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാപ്പി കുടിക്കാനായിട്ടിരുന്നു കേട്ടോ. അമ്പലത്തിൽ നിന്ന് വന്നിട്ട് എന്ത് ഫംഗ്ഷൻ, പിറന്നാൾ, ഓണം, വിഷു, അങ്ങനെയുള്ള എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും രാവിലത്തെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി ആയിരിക്കും. ഇവിടെ മാത്രമല്ല, ഒരുവിധമുള്ള നമ്മുടെ റിലേറ്റീവ്സിൻ്റെ എല്ലാ വീടുകളും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി ഈ വിശേഷം ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നത്തുമില്ല. കഴിച്ചാൽ ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടാറുമില്ല. ഞാൻ ഇവിടെ അമ്മയടുത്ത് പറയുകയും ചെയ്യും. അമ്മ പറയും, ഓ പിന്നെ എന്നും പറഞ്ഞ് അമ്മ എന്നെ കളിയാക്കുകയും ചെയ്യും. പക്ഷേ എനിക്കങ്ങനെയാണ് കേട്ടോ. എനിക്കിതെല്ലാം കൂടിയിട്ട് കുഴച്ചൊക്കെ തിന്നുന്നതാണ് ഇഷ്ടം. രാവിലത്തെ കാപ്പിടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സദ്യ ഉണ്ടാക്കാൻ കയറി കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. പൊന്നൂട്ടിക്കൊക്കെ ഫുഡ് കൊടുത്തിട്ട് പിന്നെ ലേറ്റായിരുന്നു. പിന്നെ ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ അവിയലിനും സാമ്പാറിനും തോരനും ഒക്കെ ഉള്ളത് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അമ്പലത്തിലൊക്കെ പോയിട്ട് വരുമ്പോൾ എന്തായാലും ലേറ്റാവും. പിന്നെ കാപ്പിയൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് നേരം കാപ്പി കുടിച്ച് ക്ഷീണം. എന്തായാലും സദ്യ ഉണ്ടാക്കാൻ കയറുമ്പോൾ ലേറ്റാവുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടെല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. അങ്ങനെ സദ്യ ഏകദേശം 1 മണിയാകുമ്പോൾ ഞങ്ങൾ സദ്യ ഉണ്ടു. ഒത്തിരി ഒന്നും ഉണ്ടാക്കില്ല. അവിയൽ, പുളിശ്ശേരി, മാങ്ങയച്ചാർ, പരിപ്പ്, തോരൻ, കോവയ്ക്കയും ക്യാരറ്റും കൂടെ ഇട്ട് തോരൻ, സലാഡ്, സാമ്പാർ. പരിപ്പൊക്കെ ആണെങ്കിൽ വളരെ കുറച്ചേ വെച്ചുള്ളൂ. പരിപ്പ് ഇവിടെ പിറ്റേന്ന് എടുത്താലും ആരും കഴിക്കാറില്ല. പരിപ്പ് 1 ഗ്ലാസ് പരിപ്പം കണ്ടാണ് വെച്ചത് മൊത്തത്തിൽ. കാരണം വെച്ചിരുന്നാലും ഇവിടെ വേസ്റ്റാണ്. ഇനിയിപ്പം നാളെ മിക്കവാറും ചോറിന് കറിയൊന്നും ഉണ്ടാക്കത്തില്ല. നാളെ പഴങ്കഞ്ഞിയായിരിക്കും. അത് ഇതുപോലെ ഈ പറഞ്ഞ കണക്ക് ഓണത്തിനൊക്കെ എന്തൊക്കെ നമ്മൾ എത്ര കുറച്ച് വെച്ചാലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ബാക്കി ഉണ്ടാവും. അത് വെച്ചിട്ട് പിറ്റേന്ന് ഞാനും അമ്മയും കൂടെ പഴങ്കഞ്ഞി കുടിക്കും. പൊന്നൂട്ടിയുടെ മുഖം കണ്ടോ, ചോറൊക്കെ കൊണ്ടിടുന്നതിൻ്റെ ആ ദേഷ്യമുണ്ട്. എന്നാൽ ചോദിക്കും ബിരിയാണി ഇഷ്ടമാണെന്ന്. ബിരിയാണി ഇഷ്ടമല്ല. ആഹാരം കൊടുക്കാതെ കുറച്ച് ഐസ്ക്രീമും ചോക്ലേറ്റൊക്കെ വാങ്ങിച്ച് മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ പൊന്നൂട്ടിക്ക് സന്തോഷം. ആ ഇലയിൽ ചോറിന് പകരം കുറച്ച് ഐസ്ക്രീം ഇട്ടിട്ട് ഭംഗിക്ക് വേണ്ടി ഒരു സ്ട്രോബെറിയോ ചോക്ലേറ്റോ ഒക്കെ വെച്ചാൽ പൊന്നൂട്ടിക്ക് ഇതിൽ പര സന്തോഷം വേറെ ഒന്നും കിട്ടാനില്ല. അത് ചോറ് കഴിക്കത്തൊന്നുമില്ല. ഇനി അവിടെ ഇരിക്കും. ഇനി 2 മണിക്കൂർ എടുത്ത് ഞാൻ വഴക്കും പറഞ്ഞ് അടിയും കൊടുത്ത് വാരി കൊടുത്താലേ പറ്റത്തുള്ളൂ. ഇന്നൊരു വലിയ പപ്പടം, ഒരു ചെറിയ പപ്പടമാണ് കേട്ടോ. ഇന്നാളെ കടയിൽ പോയപ്പോഴത്തേനും അവിടെ കുഞ്ഞ് പപ്പടം ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു കുഞ്ഞ് പപ്പടം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് കുഞ്ഞ് പപ്പടം വാങ്ങിച്ച് വലിയ പപ്പടം ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഞാനും അമ്മയും കഴിച്ചു. ഞങ്ങൾ പെട്ടെന്ന് കഴിക്കും. പൊന്നൂട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ നിനക്ക് ഇപ്പം അടി കിട്ടും എന്ന് പറഞ്ഞ് ഞാൻ അവളെ വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയെ ഓരോ വായും വായി വയ്ക്കും. അമ്മ പറയും കഴിക്കും മക്കളെ, നിൻ്റെ അമ്മ നിന്നെ വഴക്ക് പറയും, എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക.
ഇനി ആര് വഴക്ക് പറഞ്ഞാലും അവൾക്കൊന്നുമില്ല. എന്തായാലും കറികളെല്ലാം എനിക്കിഷ്ടപ്പെട്ടു. കുഴപ്പമില്ലായിരുന്നു, ഭയങ്കര ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു. സാമ്പാർ അടിപൊളിയായിരുന്നു കേട്ടോ. പരിപ്പും വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു, പക്ഷേ അവിയൽ കൊള്ളായിരുന്നു, സാമ്പാർ കൊള്ളായിരുന്നു. പച്ചടി ഉണ്ടാക്കാൻ നമ്മൾ പറഞ്ഞു. എനിക്ക് പച്ചടി അത്ര ഇഷ്ടമല്ല, എനിക്ക് സലാഡാണ് ഇഷ്ടം. അതുകൊണ്ടാണ് സലാഡ് ഉണ്ടാക്കിയത്. അമ്മയ്ക്ക് പിന്നെ എല്ലാം ഇഷ്ടമാണ്, അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ കഴിച്ചൊക്കെ തീർന്നു കേട്ടോ. കാരണം എനിക്ക് പായസം കുടിക്കണം. പായസം ഞങ്ങൾ ഇന്ന് വെർമിസെല്ലി വെക്കാനായിട്ട് എല്ലാ സാധനവും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പായസം വെച്ചില്ല. ഒന്നുമല്ല, ഞങ്ങൾ പോയ അമ്പലത്തിൽ നിന്ന് പാൽപ്പായസം ഉണ്ടായിരുന്നു. അവിടെ ചെല്ലുന്നവർക്ക് കൊടുക്കുന്നുണ്ട്, അല്ലാതെ വീട്ടിൽ കൊണ്ടുപോകുന്നവർക്ക് അങ്ങനെയും കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ആ അമ്പലത്തിൽ പോകാറുണ്ടായിട്ട് അവിടെ പാൽപ്പായസം വഴിപാടുണ്ട്. അപ്പോൾ വഴിപാടുണ്ടെങ്കിൽ വഴിപാട് കഴിപ്പിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ പാത്രം കൊണ്ടുപോയിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വെറുതെ ഫോണൊന്ന് നോക്കിക്കിടന്ന് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. 4:30 മണിയായി എണീറ്റപ്പോഴത്തേക്കിന്. അപ്പോഴത്തേനും അമ്മ ചായയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ചായയൊക്കെ കുടിച്ച് ഇനി വൈകിട്ടൊന്ന് ഇവിടെ അടുത്തുള്ളൊരു ശിവക്ഷേത്രമുണ്ട്. എൻ്റെ മുന്നേ ഉള്ള വ്ളോഗുകൾ കാണുന്നവർക്കറിയാം, ഞാൻ മിക്കവാറും അവിടെ പോകാറുണ്ട്. അവിടെ തിങ്കളാഴ്ച ദിവസം മാത്രമേ അവിടെ തുറക്കുകയുള്ളൂ. തിങ്കളാഴ്ച 1-ാം തീയതി, അല്ലെങ്കിൽ പിന്നെ മണ്ഡലകാലം ആവണം, പിന്നെ അവിടുത്തെ ഉത്സവം അങ്ങനെയൊക്കെ ഉള്ളൂ. ഇതിപ്പോൾ വിഷുവും 1-ാം തീയതിയും തിങ്കളാഴ്ച എല്ലാം കൂടെ ഒത്തു വന്നുകൊണ്ട് ഇന്ന് എന്തായാലും അവിടെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിരിക്കുവാണ്. പൊന്നൂട്ടിയും ഉറക്കം എണീറ്റ് വന്നു. പൊന്നൂട്ടിക്ക് ചായയുടെ കൂടെ ഇന്നിപ്പോൾ സ്നാക്സ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ വാങ്ങിച്ചു വയ്ക്കാൻ മറന്നുപോയി. വിഷുവായിട്ട് ഞാൻ വാങ്ങിക്കാൻ മറന്നുപോയതാണ് സത്യം പറഞ്ഞാൽ. പൊന്നൂട്ടി പറഞ്ഞു പൊന്നൂട്ടിക്ക് പപ്പടം മതിയെന്നും പറഞ്ഞ് പപ്പടമൊക്കെ അവിടെ മൊത്തം പൊടിച്ചിട്ട് ഓരോ ഷോയൊക്കെ കാണിക്കുകയാണ്. ചായ കുടിക്കത്തില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ പറയും കട്ടൻ വേണമെന്ന് പറയും, ചിലപ്പോൾ കോഫി വേണമെന്ന് പറയും. കോഫി അങ്ങനെ കൊടുക്കത്തില്ല. ഹോമിയോ ഒക്കെ കഴിക്കുന്നതുകൊണ്ട് കോഫി ഒട്ടും ശരിയാവില്ല. കോഫി കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കോഫി കൊടുക്കില്ല. ഇതിപ്പോൾ മുടി കുറച്ചൊന്ന് വളർന്നിട്ടുണ്ട്, എന്നെ വെട്ടാൻ സമ്മതിക്കുന്നില്ല. ഞാൻ വിചാരിച്ചു ഒന്ന് ലെവൽ ചെയ്ത് ഇട്ട് കൊടുക്കാമെന്നൊക്കെ വെച്ചിട്ട് സമ്മതിക്കുന്നില്ല. മുടി വളർത്തി ഇങ്ങ് താഴെ വരെ കൊണ്ടുപോകണം, UKG ആകുമ്പോഴെന്നാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോക്ക് നടക്കുമെന്ന് വിചാരിച്ചതേ ഇല്ല കേട്ടോ. നല്ല ഒരു മഴ പെയ്തു. ഇപ്പം നല്ലതുപോലെ എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല, പക്ഷേ അത്യാവശ്യം നല്ല ഒരു മഴയായിരുന്നു. ഞങ്ങൾ വിചാരിക്കുകയും ചെയ്തത് രാവിലെ അവിടെ പോയില്ലല്ലോ, രാവിലെ അവിടെ കൂടെ പോയിട്ട് മറ്റേ വിഷ്ണു ക്ഷേത്രത്തിൽ പോയാൽ മതിയെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ സ്വിച്ച് ഇട്ട കണക്ക് മഴ തോന്നും. 5-5:30 മണിയായപ്പോഴത്തേനും മഴ തോരുകയും ചെയ്ത് ഞങ്ങൾക്ക് എന്തായാലും അമ്പലത്തിൽ പോകാൻ പറ്റി. അതെന്തോ ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് നമുക്ക് തോന്നി. പെട്ടെന്നായിരുന്നു ആ തറയൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് ഉണങ്ങുകയും ചെയ്ത്. അത്ര ചൂടായിരുന്നു. പൊന്നൂട്ടിക്ക് ഇവിടെ ഈ കയറ്റം കയറി പോണത് പൊന്നൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയും കയറി പോയേട്ടാ. ഇപ്പോൾ വലിയ ഷോയൊക്കെ കാണിച്ച് പോവുകയാണ്. ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഭയങ്കര ഷോയൊക്കെ കാണിച്ച് ഇങ്ങനെ കയറി പോകണം. അമ്മ അവിടെ നിൽപ്പുണ്ട്. നല്ല കയറ്റമുണ്ട് കേട്ടോ അങ്ങോട്ട് കയറാൻ. എപ്പോഴും പോയാലും ആ കയറ്റം കയറി കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഫോൺ എടുത്തൊന്ന് വീഡിയോ എടുക്കും. കാരണം ആ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുന്നതിൻ്റെ ഒരു ഭംഗി അവിടെ കാണാൻ പറ്റും. അപ്പോൾ കറക്റ്റ് എനിക്ക് കിട്ടിയില്ല, എന്നാലും നല്ല ഭംഗിയാണ്. കാണുന്നവർക്ക് എങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് അത്യാവശ്യം നല്ല ഭംഗിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പൊന്നൂട്ടിക്ക് അമ്പലത്തിൽ ചെന്ന ആകെ ഒരു വിരിവിരിപ്പാണ് കേട്ടോ. ഇവിടെ ഒരു അപ്പൂപ്പ ഉണ്ടായത്, അപ്പൂപ്പൻ്റെ കൂടെയാണ് പൊന്നൂട്ടി നടക്കുന്നത്. ഇപ്പോൾ അപ്പൂപ്പ അങ്ങനെ സ്ഥിരം വരാറില്ല. എന്നാലും പൊന്നൂട്ടിക്ക് പിന്നെ അവിടെ എല്ലാ സ്ഥലവും അറിയാം. അവൾക്ക് പേടിയൊന്നുമില്ല. ഇവിടെ വരുമ്പോഴുണ്ടല്ലോ, ഇവിടെ നിന്നിട്ട് ഇവിടെ എഴുതി വെച്ചേക്കുന്ന ദൈവങ്ങൾ പറയാവുന്ന എനിക്കറിയാം. മറ്റേ മറുത, മലദൈവങ്ങൾ, എന്തൊരു അറുകൊല, അങ്ങനെയൊക്കെയുള്ള പേരുകളാണ്. നിങ്ങൾക്ക് മന്ത്രമൂർത്തി, യോഗീശ്വരൻ, ഇതൊക്കെയാണ് എഴുതി വെച്ചത്. അപ്പോൾ പൊന്നൂട്ടിക്ക് ഇതൊന്നും വായിക്കാൻ കറക്റ്റ് അറിയത്തില്ല. അവൾ അക്ഷരങ്ങൾ പഠിച്ച് വരുന്നേ. അവൾ എൻ്റെ അടുത്ത് ചോദിക്കും, അമ്മ ഇതെന്തരെന്ന്. ഞാനിത് വായിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ കിടന്ന് ഭയങ്കര ചിരിയാണ്. അമ്മ മറുതേ, അതെന്തരമ്മ? യോഗീശ്വരൻ്റെ അമ്മ, അതെന്തൊരു സാധനം അമ്മ എന്നൊക്കെയാണ് ചോദിച്ചത്. ഞാൻ പറയാം അതങ്ങനെ ഒന്നും പറയല്, അതൊക്കെ അമ്പാനാണെന്ന് ഞാൻ പറയും. ഇപ്പോൾ അവിടെ നല്ല പാലയൊക്കെ കിളിച്ചിരിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് എനിക്ക് നല്ല മുല്ലപ്പൂ പിടിച്ചിരിക്കുന്നത്, എനിക്ക് മാല കെട്ടിത്ത എനിക്ക് തല വയ്ക്കാൻ. ഞാൻ പറഞ്ഞു ഇത് പാലയാണ്, നീ വെക്കുന്നതല്ല, യക്ഷികൾ വെക്കുന്നതാണ്, പ്രേതം വെക്കുന്നതാണെന്നും പറഞ്ഞു. പ്രേതവും അമ്മ, പ്രേതങ്ങൾ പൂ വയ്ക്കുമെന്നൊക്കെ പറഞ്ഞ് പിന്നെ അതിൻ്റെ പുറകെ 100 സംശയമായിരുന്നു. എല്ലാ കാര്യത്തിനും ഭയങ്കര സംശയമാണ്. ഇന്ന് രാവിലെ ഇവിടുത്തെ അമ്പലത്തിൽ ഭീമ ജ്വല്ലറിക്കാർ കൈനീട്ടം കൊടുപ്പുണ്ടായിരുന്നു. ഞങ്ങൾക്ക് രാവിലെ വരാൻ പറ്റാത്തതുകൊണ്ട് ഇവിടുത്തെ വന്ന അപ്പൂപ്പൻ പൊന്നൂട്ടിക്ക് കമ്മിറ്റി ഓഫീസിലോ മറ്റോ ഇരുന്ന് എടുത്ത് കൊടുത്തു. പൊന്നൂട്ടിക്ക് അത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പൊന്നൂട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഇത് സൂക്ഷിച്ച് വെച്ചേക്കണേ, അമ്മ എടുത്തുകൊണ്ട് പോയി മുട്ടായി ഒന്നും വാങ്ങിക്കല്ലേ, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇത് എടുത്തുകൊണ്ട് പോകല്ലേ, ഇത് സൂക്ഷിച്ച് വെച്ചേക്കണേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സൂക്ഷിച്ച് വെച്ചേക്കാം, മക്കൾ തന്നെ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷുവിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു അടിപൊളി വിഷുവായിരുന്നു. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് വിഷുവാണ്. അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ വിഷു വ്ളോഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.